ശബരിമല യാത്രയ്ക്ക് ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾക്ക് ധാരാളം ഒരു സൗകര്യം നേരത്തെ കുറ്റിപ്പുറത്തുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറ്റിപ്പുറത്തില്ലാതെ വന്നപ്പോൾ കുറേ ആളുകൾക്കെങ്കിലും പ്രയാസമുണ്ടാകും. എന്തെങ്കിലും ഒരു താവളം എവിടെയെങ്കിലും ഇരിക്കാനോ ആരെങ്കിലും കാണാനോ ഒക്കെ ഉള്ള ഒരു അസൗകര്യം ഉണ്ടായപ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് പൊന്നാനിയും എഴുപത്തിയെട്ടും സംയുക്തമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി, ഒരു താവളം ഉണ്ടാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ആത്മീയമായി ആളുകൾ വളരുമ്പോഴാണ് ജനങ്ങളുടെ ഒരു അവകാശങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുള്ളൂ. എല്ലാ മതവിഭാഗത്തിലും ആത്മീയത ഉണ്ടാവണം. ആത്മീയത ഉണ്ടാകുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുള്ളൂ. കാരണം ശാന്തതയും സമാധാനവും മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാനും പഠിപ്പിക്കുന്നതാണ് മതങ്ങളൊക്കെയും. അപ്പോൾ ഏത് മതത്തിൻ്റെതാണെങ്കിലും ഈ ശബരിമല ഒക്കെ പോകുന്നത് വളരെ ത്യാഗം ചെയ്തുകൊണ്ടാണ്. ഒരുപാട് ദിവസങ്ങൾ നോൻപ് നോറ്റുകൊണ്ടും ജീവിതത്തിലൊക്കെ ഉള്ള ചിട്ട വരുത്തിക്കൊണ്ടും ഒരു ആത്മീയമായ നിർവൃതി ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പോക്കാണ്. അവിടെ ഇങ്ങനെ ഒരു താവളം ഉണ്ടാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിച്ചു എന്നതിൽ വെൽഫെയർ പാർട്ടിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും പൊന്നാന മണ്ഡലത്തിന് അഭിവാദ്യം അർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ എന്ത് വേണമെങ്കിലും നമ്മൾ വെൽഫെയർ പാർട്ടി ചെയ്യാൻ തയ്യാറാണ്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും സന്തോഷങ്ങളും ഞങ്ങളും ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെയൊക്കെ നിലനിൽക്കട്ടെ. ഈ കേരളം, ഇന്ത്യയും ഈ തരത്തിൽ ഒരു പരസ്പരം ഇടപെടുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന നല്ല മനസ്സുകളായി എല്ലാവർക്കും മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. പമ്പയിൽ വർഷങ്ങളോളമായി മിനി പമ്പയിൽ ഇതേപോലെയുള്ള സായിമാർക്ക് വിശ്രമിക്കുന്നുള്ള വിശ്രമ കേന്ദ്രം, അതേപോലെ തന്നെ അവിടെ അന്നദാനം ഒക്കെ അവിടെ നടന്നിരുന്നു. NHൻ്റെ പണി കാരണം അത് അവിടെ ഇപ്രാവശ്യം നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇതുവഴി കടന്നു പോകുന്ന, പൊന്നാനിയിൽ കൂടെ കടന്നു പോകുന്ന എത്രയോ സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തുമുള്ള സായിമാർക്ക് ഒന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ ഒരു നേരത്തെ അവർക്ക് ഒരു അന്നദാനം കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിവിടെ തുറന്നിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എക്കാലത്തും മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി ഞങ്ങൾ 41 ദിവസം ഈ പരിപാടി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 600-700 സ്വാമിമാർക്ക് ഇവിടെ വിശ്രമിക്കാനും അതേപോലെ തന്നെ ഭക്ഷണത്തിനും ഞങ്ങളിവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ശരിയാക്കുന്നുണ്ട്. ഇനിയും ഭാവിയിലും ഇതേപോലെയുള്ള പരിപാടികളുമായി ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് പോകും. എല്ലാവരുടെയും സഹായസഹകരണം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കാം. പവൻ ഗോൾഡ് തിരൂർ എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.